ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഡെലിവറി കെയർ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പല പല കെയറുകളുണ്ട്. പുരുഷന്മാർ മെയിനായിട്ട് എന്തിനായിരിക്കും ആയുർവേദത്തിലേക്ക് വരാറുള്ളത്? നമ്മളുടെ പുരുഷന്മാർ മെയിനായിട്ട് വരുന്നത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. 2, ഫാറ്റി ലിവറാണ്. ആണ്. മദ്യപിച്ചിട്ട് മാത്രമല്ല കേട്ടോ, അങ്ങനെ ഇതില്ല. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. ഭക്ഷണം കൊണ്ട്, നമ്മുടെ ജീവിതശൈലി കൊണ്ട് വരുന്ന പുരുഷന്മാർ വരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം ഫാറ്റി ലിവറാണ്. ഇതൊരു 100% ക്യൂർ ഉണ്ടോ? ഫാറ്റി ലിവറൊക്കെ റിവേഴ്സ് ചെയ്യാന്നേ. ഫാറ്റി ലിവറൊക്കെ അവരുടെ സഹകരണം ഉണ്ടെങ്കിൽ 100% റിവേഴ്സ് ചെയ്യാം. ആണോ? അതിനകത്ത് ഒരു പ്രശ്നമില്ല. പക്ഷെ അവരുടെ സഹകരണം വേണം. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്രമാത്രം ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിച്ച് ഇത്രമാത്രം ഇംബാലൻസുകൾ ബോഡിയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇല്ലേ? പക്ഷെ എന്നിട്ടും 90% ആളുകളും ഇംഗ്ലീഷ് മെഡിസിൻസിലേക്കല്ലേ പോകുന്നത്. ധൃതിയല്ലേ നമുക്ക് അതിനുള്ള സമയമുണ്ടോ? നമുക്ക് നല്ലതല്ലെന്ന് നമുക്കറിയാം. കഴിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലതല്ലെന്ന് അറിഞ്ഞിട്ടും പലതിനെ എടുക്കാറുണ്ട്. ഇല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ അത് ചെയ്യിപ്പിക്കുന്നത്. അല്ലേ? ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് 100% ക്യൂർ ചെയ്യാമെന്ന് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പോലും അവകാശപ്പെടുന്നില്ല. സത്യമാണ്. അല്ലേ? പിന്നെയും നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത് നമ്മൾക്ക് ധൃതി ആയതുകൊണ്ടാണ്. നമ്മളുടെ ജീവിതം വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ്. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് നന്നായി ഇതിനെ റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് എത്ര ഒച്ചത്തിൽ പറയാൻ പറ്റുമോ അത്ര ഒച്ചത്തിൽ പറയുക എന്നുള്ളതാണ്. എത്ര ആളുകളിലേക്ക് എത്താൻ പറ്റുമോ അത്ര ആളുകളിലേക്ക് എത്തുക.